ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പി ആട്ടോ. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ചോറുണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാനായിട്ട്. എന്നിട്ട് ഒരു കപ്പ് അരിയാട്ടോ എടുക്കുന്നത്. ഒരു കപ്പ് അരിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞങ്ങൾ മാത്രമായതുകൊണ്ട് ചെറിയ കുക്കറിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് ഒരു 3-4 വെള്ളം വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസാക്കുന്നത് മൂന്നാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പാലക്കാടൻ മട്ട റൈസ് ആട്ടോ. അപ്പോൾ ഇതിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. വിസിൽ വന്നതിന് ശേഷം ഒരുപാട് നേരം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. വിസിൽ വന്ന് അതിൻ്റെ വിസിൽ കംപ്ലീറ്റ് മാറിയതിന് ശേഷം അത് ഉടനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് വേവായിരിക്കും. അപ്പോൾ അത് വിസിൽ കേൾക്കുന്ന ആ ഒരു സമയത്ത് തോരൻ വെക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ഇവിടെ കട്ടാക്കിയിട്ടെടുക്കുവാണ്. ഞാനിവിടെ 3 ക്യാരറ്റും പിന്നെ ചെറിയ ക്യാരറ്റാട്ടോ, പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കട്ടാക്കിയിട്ടെടുക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാരറ്റ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തേക്കുവാണ്. പിന്നെ 2 പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് ഇതിനെ മിക്സ് ആക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ചെറുതായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ അരിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഊറ്റിയെടുക്കാനായിട്ട് ഒരു അടിയിലിങ്ങനെ കണ്ണുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരനൊക്കെ ഇവിടെ ഒരുവിധം ഒക്കെ നല്ല രീതിയിൽ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്, ക്യാരറ്റും അതൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇപ്പം ചോപ്പറിലും ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് അതിൽ തന്നെയാണ് ഇപ്പം അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങ, ഒരു 3-4 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് ചോപ്പ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലൊന്ന് ഒതുക്കിയെടുത്താലും മതിയാകും. എന്നിട്ട് ആ അരപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒന്ന് ചൂടായി എടുക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ടുള്ള തോരനാട്ടോ. അപ്പോൾ ഒരു സമയം കൊണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഇനി അടുത്തുണ്ടാക്കാനായിട്ട് പോകുന്നത് പാര മീനുണ്ടല്ലോ, അതാണ് കറി വയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കറി വയ്ക്കാനായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ, പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഉണ്ടല്ലോ, വാളൻ പുളിയാണ് ഞാനിവിടെ യൂസ് ആക്കുന്നത്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണും പിന്നെ കുറച്ചും കൂടി ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടിയും, പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. പിന്നെ ഇതുണ്ടല്ലോ വറുത്ത ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉലുവ പൊടി തീർന്നു പോയതുകൊണ്ട് ഞാനിവിടെ വറുത്ത ഉലുവ ഉണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്ടിയിലോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഇങ്ങനെ കുറുകിയ മീൻ കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ച് വന്നിട്ടാണ് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലെ ഒരു തക്കാളി ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളപ്പിച്ച് എടുക്കുക. ഇപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു 1 കിലോ കംപ്ലീറ്റ് ഇല്ല, 3/4 കിലോളം മീനാണ് വരുന്നത്. അപ്പോൾ അത് മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീൻ പൊടിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. അപ്പോൾ മീൻ കറീൻ്റെ അത് റെഡിയാകുന്ന സമയത്ത് ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം കുറച്ച് ഫിഷ് അതിൽ നിന്ന് ഫ്രൈ ആക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ മീനിൽ പിടിക്കുന്ന രീതിയിൽ മസാല നല്ല രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ആക്കാനായിട്ട് വെച്ചിരിക്കുക, മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ആ ഒരു സമയത്ത് ഇതുപോലെ ഇടയ്ക്ക് മീൻ ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതൊന്നും പൊടിഞ്ഞു വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വറ്റി വരുന്നത് വരെ ഇനി ചെറുതായിട്ടൊന്നിങ്ങനെ അടപ്പ് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ച് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഫിഷ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് ഞാനിപ്പം വെച്ച് കൊടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫിഷ് പീസസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഫിഷ് കറി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മീൻ പൊടിയാണ്ട വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇരുന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കുറുകി വരുമല്ലോ, അപ്പോൾ ആ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അത് ഓഫാക്കുവാണ്. പിന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഫുള്ള് ഫ്രൈ ആക്കിയിട്ടില്ല, ഇന്നത്തേക്ക് മാത്രം കുറച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ടേ ഉള്ളൂ. പിന്നെ അപ്പം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് വിളമ്പുവാണ്. നല്ല എന്താ പറയുക, പാലക്കാടൻ മട്ട അരി വെച്ചിട്ടുള്ള ചോറ്. അപ്പോൾ ചോറിട്ട് കൊടുക്കുവാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷ് കറി ഉണ്ടല്ലോ, ഫിഷ് കറി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു പീസും പിന്നെ കുറച്ച് കറിയും കൂടി ഫിഷ് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ തോരൻ, ക്യാരറ്റും ബീൻസും കൂടിയുള്ള ഒരു തോരനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പിന്നെ ഫിഷ് ഫ്രൈ ആട്ടോ, ഫിഷ് ഫ്രൈ വെച്ച് കൊടുക്കുക.
പിന്നെ അച്ചാറാണ് അടമാങ്ങ അച്ചാർ. അടമാങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.